നമസ്കാരം സുഹൃത്തുക്കളെ. ജൂതന്മാരുടെ ഒരു ചാരനായി മുസ്ലിം സംഘടിത സമൂഹത്തെ ഭിന്നിപ്പിക്കാനും മുസ്ലിങ്ങൾ വോട്ട് ഭിന്നിപ്പിക്കാനും അതുവഴി രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി രാജ്യത്ത് കലാപം സൃഷ്ടിക്കാനുള്ള മോഡിയുടെ നീക്കത്തിന് പിന്നിൽ പ്രത്യേകിച്ചും അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന വാർത്ത വരുമ്പോൾ അതിൻ്റെ ഒരു ഏജന്റായി കാന്തപുരം പ്രവർത്തിക്കുന്നുവോ എന്ന് ന്യായമായും സംശയിക്കേണ്ട സാഹചര്യം നിലവിലുണ്ട്. വിശ്വസിക്കാനാവുന്നില്ലല്ലേ? ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്ന ഒരു ഇസ്ലാം പുരോഹിതൻ്റെ, അദ്ദേഹം ഉസ്താദോ മറ്റോ ആണ് എന്നാണ് വിചാരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വളരെ ഗൗരവമേറിയ ചില വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. സാധാരണ രീതിയിൽ ഈ അമേരിക്കയും ഇസ്രായേലിനെയൊക്കെ ചേർത്ത് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റുകാരും മറ്റുമൊക്കെയാണ്. ഇവിടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന ഈ മുസ്ലിം പുരോഹിതൻ, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ നമ്മൾ കയറി നോക്കിയാൽ അവിടെ കാണാവുന്നത് ദ ഗ്രാൻഡ് മുഫ്തി എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം ചില പ്രത്യേക വേഷത്തോടെ ഇരിക്കുന്ന ആ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അവരുടെ ആ വിഭാഗത്തിൻ്റെ പരമ അധ്യക്ഷനായിരിക്കുന്ന അല്ലെങ്കിൽ പരമപ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് സ്വയം കയറിയിരിക്കുന്നതാണോ ഇനി അവരെല്ലാവരും കൂടെ കയറ്റിയിരുത്തിയാണോ എന്നറിയില്ല, അത്രയും പ്രധാനപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയെ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയൊക്കെ ചാരനാണ് എന്നാണ് ഇയാൾ വിളിച്ചു പറയുന്നത്. മാത്രമല്ല അതിലേക്ക് മോദിയെ കൂടി അയാൾ വലിച്ചഴിക്കുന്നുണ്ട്. ഈ രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ വേണ്ടി മോദിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇത് ഏതെങ്കിലും അന്യമതസ്ഥനായിരുന്നു ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ആ ഒരു ഒറ്റ പ്രശ്നം കൊണ്ട് മാത്രം ഇവിടുത്തെ മാധ്യമങ്ങൾ ഒരു 4-5 ദിവസമെങ്കിലും ചർച്ച ചെയ്യുമായിരുന്നു. ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമായിരുന്നു എന്ന് ആലോചിച്ച് വയ്ക്കുക. ഇവിടെ അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള എന്നാൽ മറ്റൊരു വിഭാഗക്കാരനാണ് ഇത് പറയുന്നത്. ഇപ്പോൾ സുന്നികൾ തന്നെ AP സുന്നി, EP സുന്നി, അങ്ങനെ കുറേ എണ്ണമുണ്ട്. ഇനി ഇതിലൊന്നും പെടാത്ത മുജാഹിദ് ബാലിശ്ശേരി എന്ന് പറഞ്ഞ മറ്റൊരാളുണ്ട്, ഇനി സമസ്തയുണ്ട്. ഇവർ പൊതുവെ പറയും അവരുടെ കൂട്ടത്തിൽ ജാതിയില്ല അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങളില്ല, ഉയർച്ച താഴ്ച ഇല്ല എന്നൊക്കെ പറയുമ്പോഴും ഇതുപോലെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ടും ഇവിടെ വ്യവസ്ഥാപിതമായിട്ടുള്ള ചില നിയമങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവർ പരസ്പരം പാകിസ്ഥാനിലെ പോലെയോ അല്ലെങ്കിൽ മറ്റ് സിറിയയിലെ പോലെയോ ഇറാഖിലെ പോലെയോ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുകയും ബോംബൊന്നും അറിയാത്തത് ഇന്ത്യ ആയതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നമ്മൾ നിരന്തരം കേൾക്കുന്ന ചില വാർത്തകളുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ പലതവണയും ഇന്ത്യക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇവിടുത്തെ പള്ളികൾ ഇവിടുത്തെ സർക്കാർ പൊളിക്കുന്നതെന്ന് വെച്ചു. പക്ഷേ ഇവിടുത്തെ പള്ളി മാത്രമല്ല, ഇവിടുത്തെ ക്ഷേത്രങ്ങളും പൊളിക്കാറുണ്ട്, ഇവിടുത്തെ ഈ സിഖുകാരുടെ ആരാധനാലയം പൊളിക്കാറുണ്ട്, ക്രിസ്ത്യാനികളുടെയും പൊളിക്കാറുണ്ട്. അത് നമ്മൾ റോഡ് വികസനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബുള്ളറ്റ് ട്രെയിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ചെയ്തത്. പക്ഷേ അതിൽ ഈ മുസ്ലിം പള്ളികൾ ഇവിടുത്തെ സർക്കാർ പൊളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുമ്പോൾ യഥാർത്ഥത്തിൽ പള്ളിയിൽ ബോംബ് പൊട്ടുകയും തകർക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥലം എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലല്ല. ഇന്ത്യയിൽ അങ്ങനെയൊന്നും സംഭവിക്കാറില്ല. അതൊക്കെ സംഭവിക്കുന്നത് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും സിറിയയിലും ഇറാഖിലും ഒക്കെയാണ്. കാരണം ഇതുപോലുള്ള ചില വിഷയങ്ങളാണ്. ഇവിടെ ഈ ബോംബും തോക്കും ഒന്നും പരസ്യമായിട്ട് കൊണ്ടു നടക്കാനോ ഉണ്ടാക്കാനോ ഒന്നും പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഇവർ പരസ്പരം എറിയാത്തത്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെയും ഈ AP സുന്നിയും EP സുന്നിയും പിന്നെ ഈ സമസ്തയും വേറെ മുജാഹിദ് ബാലിശ്ശേരി അങ്ങനെ 100 കൂട്ടം വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ തന്നെ ഒരു ഐക്യമില്ല. ഒരാൾക്കെതിരെയുള്ള ആരോപണം എത്രമാത്രം ഗുരുതരമായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത് എന്ന് ഓർക്കുക. ഇസ്രായേലിൻ്റെ ചാരനാണ്, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ ചാരനാണ് ആര്? ഈ 90 വയസ്സിന് അടുത്തുള്ളൊരു വ്യക്തിയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്നത്. ഗ്രാൻഡ് മുഫ്തി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തെയാണ് പറയുന്നത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ചാരനാണ്. മാത്രമല്ല മോദിക്ക് വേണ്ടി ഈ രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ വേണ്ടി മോദി ഒരാളായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്ന് പറയുന്നു. ഇത് അവരുടെ കുടുംബ വഴക്കാണ്. നമുക്കിവിടെ ഗ്യാലറി ഇരുന്ന് ഇത് കാണുക എന്നല്ലാതെ ഇതിനകത്ത് അഭിപ്രായം പറയാൻ നമ്മളിതിനകത്ത് റോളില്ല. നമ്മൾ റെഫറി കളി കാണുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒന്ന് ഓർത്തു നോക്കുക, ഇതേ സംഗതി ഒരു അമുസ്ലിം വ്യക്തിയായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ, ഇപ്പോൾ പോട്ടെ വെള്ളാപ്പള്ളിയോ അതുപോലെ ആരെങ്കിലും ആയിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ഈ കേരളത്തിൻ്റെ അവസ്ഥ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ആ സ്ഥാനത്താണ് ഇത്രയേറെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം. അത് സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രചരിക്കുകയും കൂടെ ചെയ്യുന്നു. അപ്പോൾ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ഒരേ പുസ്തകത്തിൽ വിശ്വസിക്കുന്ന, ഒരേ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ഒരേ പ്രവാചകനെ അനുഗമിക്കുന്ന ആളുകൾ തമ്മിൽ പറയുന്നതാണ്. അത് പറയാൻ പാടില്ലാത്ത അങ്ങേയറ്റത്തെ ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതിൽ വെറുതെ ഇരിക്കുന്ന നരേന്ദ്രമോദിയെ കൂടെ പിടിച്ചിരുന്നു. ഇപ്പോൾ ആര് വിരുന്ന് വന്നാലും കോഴിക്ക് കിടക്കാൻ വേണമെന്നൊരു ചൊല്ലുണ്ട്. അതായത് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വിരുന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നേരത്തെ ഇപ്പം പിന്നെ പുറത്ത് പോയി കടയിൽ പോയി മേടിക്കുകയാണെങ്കിൽ നേരത്തെയൊക്കെ ചെയ്യുന്നത് എന്താ, നമ്മൾ വീട്ടിൽ വളർത്തുന്ന കോഴിയെ അങ്ങ് പിടിച്ചങ്ങ് തട്ടും. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു ചൊല്ലാണ് ആര് വിരുന്ന് വന്നാലും കോഴിക്ക് കിടക്കാൻ വേണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ കണക്കാണ് ഇവർ തമ്മിലുള്ള വിഷയത്തിന് പോലും അതിൻ്റെ ഇടയിലോട്ട്
അമേരിക്കനെ വലിച്ചിടുന്ന മനസ്സിലാക്കാം, ഇസ്രായേലിനെ വലിച്ചിടുന്ന മനസ്സിലാക്കാം, വെറുതെ ഇരിക്കുന്ന മോദിയെ കൂടെ വലിച്ചിടേക്കുക. നിങ്ങൾ തമ്മിൽ കുടുംബ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ തീർക്ക്. അതിന് ഇസ്രായേലിനെ പറഞ്ഞാൽ അതിൻ്റെ പേരിൽ അവരിവിടെ വന്ന് ബോംബ് ഇടാൻ പോകുന്നില്ല. ഇനി ട്രംപിനെ പറഞ്ഞാലും അങ്ങേരി അതിൻ്റെ പേരിൽ ഇവിടെ വന്ന് ബോംബിടാൻ പോകുന്നില്ല. പക്ഷേ ഇവിടെ ഇരിക്കുന്ന നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ തമ്മിലടിക്ക് വലിച്ചിടുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. എന്തായാലും ഇങ്ങനെ ചില കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇത് ഇന്ത്യ ആയതുകൊണ്ട് മാത്രമാണ് ഈ പല വിഭാഗക്കാരുടെ പള്ളികൾ ഒരു കേടുപാട് പോലും ഇല്ലാതെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഇവിടെ ആകെ കൂടി അനധികൃതമായിട്ടോ അല്ലെങ്കിൽ റോഡ് വികസനത്തിന് വേണ്ടിയിട്ടൊക്കെ സ്ഥലം എടുക്കേണ്ടി വരുമ്പോൾ മാത്രമേ ഏതെങ്കിലും ആരാധനാലയങ്ങൾ പൊളിച്ചും വേറെ സ്ഥലത്തേക്ക് മാറ്റാറുള്ളൂ. അതിന് തീർച്ചയായിട്ടും നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ട്, വേറെ സ്ഥലം കൊടുക്കുന്നുണ്ട്. അത് ക്ഷേത്രങ്ങൾക്കും ഉണ്ട്, അതേപോലെ തന്നെ പള്ളിക്കും ഉണ്ട്, മോസ്കിനും എല്ലാം ഉണ്ട്. അല്ലാതെ ഇവിടെ ഒരു ആരാധനാലയങ്ങളും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തകർക്കുക ഒന്നും ചെയ്യാറില്ല. നമ്മൾ പാകിസ്ഥാനിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓരോ വെള്ളിയാഴ്ചയും അവിടെ ഓരോ പള്ളിയിൽ നിസ്കാര സമയത്തിന് ഇടയിൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞപ്പോൾ ബോംബ് പൊട്ടി, ആളുകൾ മരിച്ചു, പള്ളി തകർന്നു, ഇത്തരം വാർത്തയാണ് നമ്മൾ കാണാനുള്ളത്. അതിൻ്റെ കാരണം ഇതുപോലുള്ള ചില സ്പർദ്ധകളാണ്. ഇവിടെ എന്തായാലും ഭാഗ്യത്തിന് അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെയുള്ള ആരോപണമല്ലേ ഉള്ളൂ, വലിയ സമാധാനം. പക്ഷേ അതിനിടയിലേക്ക് ഒരാവശ്യവുമില്ലാതെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വലിച്ചിടരുത്. ബാക്കിയൊക്കെ എന്ത് വേണമെങ്കിൽ നിങ്ങൾ ആയിക്കോ.